വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഭാഗം നമ്മുടെ എക്സാമിന് എപ്പോഴും ചോദിച്ച് കാണുന്ന ഇന്ത്യൻ പ്രസിഡന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എപ്പോഴും ചോദിച്ച് കാണുന്നതാണ്. അത് എനിക്കറിയാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു തരിക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്കിതിനെപ്പറ്റി അത്രയ്ക്ക് ഡീപ്പായിട്ട് തുടക്കം തന്നെ ഞാൻ പറയാം, എനിക്കിതിനെപ്പറ്റി അത്ര ഡീപ്പായിട്ടൊന്നും അറിയത്തില്ല. ഞാൻ ഒരുപാട് അത്യാവശ്യം വായിച്ചിട്ട്, ബുക്കുകൾ വായിച്ചിട്ട്, അതുപോലെ തന്നെ ഓരോന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഉള്ള അറിവാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, ക്ഷമിച്ചേക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രസിഡന്റ്, ഇതിനകത്ത് നമ്മൾ നോക്കുന്ന മിക്കതും ആർട്ടിക്കിൾസ് ആയിരിക്കും. അല്ലാതെ ഫസ്റ്റ് പ്രസിഡന്റ് ഏത്, ഇത്രാമത്തെ പ്രസിഡന്റ് ഏത്, അതൊന്നുമല്ല മെയിനായിട്ട് നോക്കുന്ന. പ്രസിഡന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 5 യൂണിയൻ ആൻഡ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോർഷനിലാണ് ഈ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്ന പോർഷൻ വരുന്നത്. അപ്പോൾ പ്രസിഡന്റിനെ പറ്റി പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കുറച്ച് കാര്യം നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റിൻ്റെ പവറുകൾ ആദ്യം ഒന്ന് പഠിച്ചു വെക്കണം. പ്രസിഡന്റിൻ്റെ പവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പവറുകളാണ്. അഡ്മിനിസ്ട്രേറ്റീവ് പവറുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒട്ടുമിക്ക വലിയ വലിയ പോസ്റ്റുകളിലെ ഉദ്യോഗസ്ഥരെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ, ഓക്കെ, ദെൻ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കാഗ്, ദെൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്, ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. ഇതിനെ നിയമിക്കുന്നത് ആരാണ്? നമ്മുടെ ഈ പറയുന്ന പ്രസിഡൻ്റാണ്. ഓക്കെ, ദെൻ ഓരോരോ സ്റ്റേറ്റിലെ ഗവർണർമാർ, ഇവരെയൊക്കെ നിയമിക്കുന്നത് ഗവർണറാണ്. അപ്പോൾ ആദ്യത്തെ കേസ് പുള്ളിയുടെ എന്താന്ന് പറയാം, പുള്ളിയുടെ ലെജിസ്ലേറ്റീവ് പവർ എന്ന്, അഡ്മിനിസ്ട്രേറ്റീവ് പവർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഈ പറഞ്ഞ കാര്യത്തിന് നമുക്ക് എന്തെന്ന് പറയാം, അഡ്മിനിസ്ട്രേറ്റീവ് പവർ എന്ന് പറയാം. ഇനിയിപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന പ്രസിഡന്റാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത് കൂടാതെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ സെക്കൻഡ് പവർ പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററി പവർ എന്ന് പറയാം. മിലിറ്ററി പവർ നമ്മൾ കേട്ടിട്ടുണ്ടാവും, സുപ്രീം കമാൻഡർ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്ന ആരാണ്? ഈ പറയുന്ന പ്രസിഡന്റാണ്. ആദ്യം ഞാൻ ഒന്ന് ഇതെല്ലാം റഫായിട്ട് പറഞ്ഞു തരാം, എന്നിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിലിറ്ററി പവർ. പിന്നെ ഡിപ്ലോമാറ്റിക് പവർ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഡിപ്ലോമാറ്റിക് പവർ എന്ന് വെച്ചാൽ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, ഡിപ്ലോമാറ്റിക് പവർ. ഓക്കെ, ഇദ്ദേഹത്തിനുണ്ട്. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ലെജിസ്ലേറ്റീവ് പവർ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളൊക്കെ ഞാൻ പതുക്കെ കാണിച്ചു തരാം. ലെജിസ്ലേറ്റീവ് പവർ. ഓക്കെ, പിന്നെ പാർഡനിങ് പവർ എന്ന് പറയും. ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ ആർട്ടിക്കിളൊക്കെ ഞാൻ റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. പാർഡനിങ് പവർ. പിന്നെ എമർജൻസി കേട്ടിട്ടുണ്ടാവും. എമർജൻസിയുടെ ടൈമിൽ എമർജൻസി ഡിക്ലറേഷൻ പുറപ്പെടുവിക്കുന്ന ആരാണ്? ഈ പറയുന്ന പ്രസിഡന്റാണ്. ഇതൊക്കെയാണ്. പിന്നെ മിസ്സെലേനിയസ് ആയിട്ടുള്ള കുറച്ച് പവേഴ്സ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കേസിൽ ആദ്യം വരുന്നത്. ഓക്കെ, പ്രസിഡന്റ് പവറിൻ്റെ കേസിൽ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇദ്ദേഹത്തെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇത് നിങ്ങളൊരു ഓർഡറിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. ഓക്കെ, ഓർഡറിൽ പഠിച്ചു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്കൊരു പ്രസിഡന്റ് വേണം. പ്രസിഡന്റ് ആയിരിക്കും നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ ഹെഡ്. അടുത്തത്, ഇനി ഇദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ നടക്കും. ഈ ഇലക്ഷൻ എങ്ങനെ നടക്കുന്നു എന്ന് പറയും അടുത്ത ആർട്ടിക്കിളിൽ. പിന്നെ അടുത്ത സെറ്റപ്പ്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ടേം എത്ര നാളത്തേക്കാണ് ഇങ്ങനെ ഇലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എലിജിബിലിറ്റി, റീ ഇലക്ഷനുള്ള എലിജിബിലിറ്റി. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങനെ അപ്പോയിന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റിന് അവിടെ പോകുമ്പോഴത്തേക്ക് ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യുമെന്ന് നോക്കുക, ഓർത്ത് വെക്കുക ചുമ്മാ. ഓക്കെ, ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടീഷൻ, പ്രസിഡന്റിൻ്റെ ഓഫീസിലുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ പുള്ളി ഇതിനൊക്കെ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ എന്ന് നമ്മൾ നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് ഓത്ത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഇദ്ദേഹം കുരുത്തക്കേട് കാണിച്ചാൽ, കുരുത്തക്കേടല്ല, അത് ഞാൻ പറഞ്ഞുതരാം, ഇമ്പീച്ച് ചെയ്യണം ഇദ്ദേഹത്തിന്.
ഇതൊക്കെയാണ് ആ ഒരു ഓർഡർ വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട, ഒരു പ്രസിഡന്റ് വേണം, അദ്ദേഹമായിരിക്കും എക്സിക്യൂട്ടീവ്, പിന്നെ ഇലക്ഷൻ നടത്തും, ഇലക്ഷൻ എങ്ങനെ നടത്തും, റീ ഇലക്ഷനുള്ള എലിജിബിലിറ്റി, പിന്നെ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യും, പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, ഓത്ത് വരും, ഓത്ത് കഴിയുമ്പോഴത്തേക്ക് ഇമ്പീച്ച് ചെയ്യും. ഇങ്ങനത്താണ് ഓർഡർ വരുന്നത്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 52 പറഞ്ഞിരിക്കുന്ന ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് വേണം. ദർ ഷാൽ ബി എ പ്രസിഡന്റ് ഫോർ ഇന്ത്യ. അതാണ് ആർട്ടിക്കിൾ 52. ഈ പ്രസിഡന്റ് ആയിരിക്കും എക്സിക്യൂട്ടീവിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രസിഡന്റ് ആയിരിക്കും എന്ത്, എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത്. അതാണ് ആർട്ടിക്കിൾ 53 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 53 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ ഇലക്ഷൻ. ഈ ഇലക്ഷൻ എങ്ങനെ, ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വോട്ട് ചെയ്തിട്ടല്ല ഇദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഇലക്ഷൻ നടത്തുന്നത് ഒരു ഇലക്ടോറൽ കോളേജാണ്. ഈ ഇലക്ടോറൽ കോളേജിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ്, അല്ലെങ്കിൽ നമുക്ക് MPs എന്ന് വേണമെങ്കിൽ പറയാം. ഇലക്റ്റഡ് മെമ്പേഴ്സ്, അതിൽ ഇലക്റ്റഡ് മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് ഇലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് രാജ്യസഭയിലോട്ട് പ്രസിഡന്റിന് ഒരു 12 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാം. നേരത്തെ ലോകസഭയിലോട്ട് 2 ആംഗ്ലോ ഇന്ത്യൻസിനെ നോമിനേറ്റ് ചെയ്യായിരുന്നു, അതെടുത്ത് കളഞ്ഞു. സോ നോമിനേറ്റഡ് മെമ്പേഴ്സും ഉണ്ട് അവിടെ, ഇലക്റ്റഡ് മെമ്പേഴ്സും ഉണ്ട്. ഈ ഇലക്റ്റഡ് മെമ്പേഴ്സ് മാത്രമേ രാജ്യസഭയിലെ അല്ലെങ്കിൽ ലോകസഭയിലേക്ക്, ഇലക്റ്റഡ് മെമ്പേഴ്സിനെ മാത്രമേ ഇദ്ദേഹത്തിന്റെ ഇലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, ദെൻ അടുത്ത വരുന്നതാണ് യൂണിയൻ ടെറിട്ടറികളായ ഡൽഹിയിലെയും പോണ്ടിച്ചേരിയിലെയും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഇലക്റ്റഡ് മെമ്പേഴ്സ്. ഓക്കെ, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി. അപ്പോൾ ഒരു ഡൗട്ട് വരാം, എന്തുകൊണ്ട് ഈ ഡൽഹിനെയും പുതുച്ചേരിനെയും മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നു, അവർക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിക്കാം. ഉണ്ട്. റീസൺ ഞാൻ പറഞ്ഞുതരാം. ഈ ഡൽഹി, പുതുച്ചേരി, ഇപ്പോൾ ജമ്മു കാശ്മീർ, ഈ 3 യൂണിയൻ ടെറിട്ടറിക്ക് മാത്രമാണ് സ്വന്തമായിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഉള്ളത്. ഏതൊക്കെ? ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ. എനിക്ക് തോന്നുന്നു വരും കാലങ്ങളിൽ ഈ ജമ്മു കാശ്മീരും ഈ പറയുന്ന പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ പങ്കെടുക്കാനുള്ള എന്തെങ്കിലും ബില്ല് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഓൾറെഡി റൈസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, തൽക്കാലത്തേക്ക് ഡൽഹിയിലെ, പുതുച്ചേരിയിൽ എന്താണ് കാരണം? യൂണിയൻ ടെറിട്ടറികളിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ളത് ഡൽഹിക്കും പുതുച്ചേരിക്കും മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇലക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ കാരണം ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി 55 എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ എലക്ഷൻ എങ്ങനെയാണ് നടത്തുന്നത്. അപ്പോൾ പ്രസിഡന്റിന്റെ എലക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന്, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ഇതിനെന്താണ്? പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടുമായിരിക്കും വരുന്നത്. ഇത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതായത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ഷനിൽ പങ്കെടുക്കുന്ന നിങ്ങൾ കേട്ട് കാണും, മെമ്പർ ഓഫ് പാർലമെന്റ് അല്ലെങ്കിൽ നമുക്ക് MP. ഓക്കെ, പാർലമെന്റിലെ അംഗങ്ങളും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ MLAസും ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് MLA എന്നും നമ്മൾ കണ്ടു. അപ്പോൾ ഇവരുടെ 2 പേരെയും വോട്ടിന്റെ വാല്യൂ സെയിം ആണോ? അല്ല. അതാണ് ആദ്യത്തെ കേസ്, ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഒരു MLAയുടെ വോട്ട് എടുക്കുമ്പോൾ ആ ഒരു നാട്ടിലെ, അത് ഏത് സ്റ്റേറ്റിലെ MLA ആണോ ആ സ്റ്റേറ്റിലെ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. ഓക്കെ, ഈ ടോട്ടൽ പോപ്പുലേഷൻ, ഓക്കെ, ഞാൻ വായിച്ച അറിവ് വെച്ചിട്ട് 1971 സെൻസസ് പ്രകാരമുള്ള പോപ്പുലേഷനാണ് എടുക്കുന്നത്. ഓക്കെ, ദെൻ ആ ഒരു സ്റ്റേറ്റിലെ നമ്പർ ഓഫ്
MLAs ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ടോട്ടൽ നമ്പർ ഓഫ് MLAs. ഇതിൻ്റെ 1/100 എടുക്കുന്നു. ഇതാണ് ഈ പറയുന്ന MLAയുടെ വോട്ടായിട്ട് കണക്കാക്കുന്നത്. കാരണം എല്ലാ സ്റ്റേറ്റിലും പോപ്പുലേഷൻ കൂടുതലുള്ള സ്റ്റേറ്റ് ഉണ്ടാവും, പോപ്പുലേഷൻ കുറവുള്ള സ്റ്റേറ്റ് ഉണ്ടാവും. ടോട്ടൽ നമ്പർ ഓഫ് MLAസിൻ്റെ എണ്ണം കൂടിയ സ്റ്റേറ്റ് കാണും, കുറഞ്ഞ സ്റ്റേറ്റ് കാണും. ഇപ്പോൾ UPയും കേരളയും നമ്മൾ കമ്പയർ ചെയ്യുന്നു, രണ്ടിടത്തും ഒരുപോലെയല്ല പോപ്പുലേഷൻ, MLAയുടെ എണ്ണത്തിലും ഒരുപോലെയല്ല. അപ്പോൾ രണ്ട് ഈ പറയുന്ന സ്റ്റേറ്റിലെ MLAയുടെ വോട്ടിൻ്റെ വാല്യൂ കണക്കാക്കുമ്പോഴത്തേക്ക് ഒരുപോലെ എടുക്കാൻ പറ്റത്തില്ല, ശരിയാണല്ലോ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു MP-യുടെ വോട്ട് വാല്യൂ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് വാല്യൂ ഓഫ് MP. ഓക്കെ, ഇപ്പം നമ്മൾ MLAസിൻ്റെ വോട്ട് വാല്യൂ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ടോട്ടൽ ഇതുപോലെ എല്ലാ സ്റ്റേറ്റിലെയും ഈ MLAസിൻ്റെ വോട്ട് വാല്യൂവിൻ്റെ എടുക്കും. ഓക്കെ, MLAസിൻ്റെ വോട്ട് വാല്യൂവിൻ്റെ എടുക്കും. ഓക്കെ, the sum of vote value of elected members of all legislative assembly. ഇതിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് MPs വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. ഇത് വെച്ചാണ് MP-യുടെ വോട്ട് വാല്യൂ കണക്കാക്കുന്നത്. നമ്മൾ ഇതിൽ ഡയറക്റ്റ് വോട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയാം. എന്തെന്ന് പറയാം? ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയാം. ഇതാണ് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇലക്ഷനിൽ X, Y, Z എന്ന് പറയുന്ന 3 ആൾക്കാർ മത്സരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. തൽക്കാലം X, Y, Z എന്ന് പറയുന്ന 3 ആൾക്കാർ മത്സരിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ സ്കൂളിലൊക്കെ ഈ സ്കൂൾ ലീഡറിനെ തിരഞ്ഞെടുക്കത്തില്ലേ? ഏകദേശം അതേ പ്രൊസീജിയറാണെന്ന് ഓർത്താൽ മതി. ഇനി ഞാൻ പറഞ്ഞുതരാം. ഒരു 3 പേര് വോട്ട് ചെയ്യാൻ നിൽക്കുവാണ്, A, B, C. ഓക്കെ, അപ്പോൾ A ആണെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ പ്രിഫറൻസ് എൻ്റെ പ്രസിഡന്റ് ഇതാകണമെന്ന് X-ന് കൊടുത്തു. രണ്ടാമത്തെ പ്രിഫറൻസ് Yക്ക്, ഇതിന് Z. ഇവിടെ നേരെ Y, X, Z ആണെന്ന് വിചാരിക്കുക. ഇവിടെ Z, X, Y ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ MPs, MLA എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൗണ്ട് ചെയ്യും. ഇങ്ങനെ ഒരു 3 ബോക്സ് X, Y, Z ആണല്ലോ. അപ്പോൾ 3 പേർക്കും ഒരു ബാലറ്റ് അല്ല, 3 പേർക്കും വോട്ട് കൗണ്ട് ചെയ്യുകയാണ്. അതായത് X ആദ്യമേ പ്രിഫർ ചെയ്ത ആൾക്കാരെ ആ പറയുന്ന വോട്ടിങ് സാധനം ഇതിനകത്തിടും. Y ആദ്യമേ പ്രിഫർ ചെയ്തവരെ ഇതിനകത്തിടും. Z ആദ്യമേ പ്രിഫർ ചെയ്തവരെ ഇതിനകത്തിടും. ഓക്കെ, X-നെ പ്രിഫർ ചെയ്തവർ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ X-നാണ് പ്രിഫർ കൊടുത്തിരിക്കുന്നത്, A-ൻ്റെ ഇതിനകത്തിടും. B Yക്കാണ് കൊടുത്തിരിക്കുന്നത്, സോ B-ൻ്റെ ഇതിനകത്തിടും, C-ൻ്റെ ഇതിനകത്തിടും. ഇനി ഇങ്ങനെ ആരൊക്കെ X-ന് ആദ്യമേ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടോ അതിനകത്തിടും. ആരൊക്കെ B-ക്ക് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടോ ഇതിനകത്തിടും. ആരൊക്കെ C-ക്ക് കൊടുത്തിട്ടുണ്ടോ അത് ഇതിനകത്തിടും. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആരാണോ ആദ്യം 50% കൂടുതൽ അച്ചീവ് ചെയ്യണമെന്ന് നോക്കും, മെജോറിറ്റി. അങ്ങനെ ആരും അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആർക്കാന്ന് നോക്കും. സപ്പോസ് ഇവിടെ ഇസഡിനാണ് ഏറ്റവും വോട്ട് കുറവ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇസഡിൻ്റെ ഈ പറയുന്ന എല്ലാ വോട്ടും എടുക്കും. ഓക്കെ, ഇസഡിന് വോട്ട് ചെയ്തവരെടുക്കും. ഇപ്പോൾ ഇവിടെ C ഉണ്ട്, D ഉണ്ട്, E ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ഞാൻ വേറൊരു സംഭവം കൂടി എടുക്കാം. Z, Y, X ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ദെൻ Z, X, Y ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആർക്കും 50% കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും വോട്ട് കുറവ് കിട്ടിയിരിക്കുന്നത് ഇസഡിനാണ്. അപ്പോൾ ഇസഡിൻ്റെ വോട്ട് ചെയ്തവരുടെ ഈ സാധനം എടുക്കും. ഇതിനകത്ത് സെക്കൻഡ് ആർക്കാന്ന് നോക്കും. ഇവരുടെ സെക്കൻഡ് പ്രിഫറൻസ് ആർക്കാന്ന് നോക്കും. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ സിയുടെ സെക്കൻഡ് പ്രിഫറൻസ് X-നാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഡിൻ്റെ സെക്കൻഡ് പ്രിഫറൻസ് ആർക്കാണ്? Yക്കാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇൻ്റെ സെക്കൻഡ് പ്രിഫറൻസ് ആർക്കാണ്? X-നാണ്.
ഓക്കെ, അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു കേസിൽ എക്സിനാണ് കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എക്സിനെ വിജയമായിട്ട് പ്രഖ്യാപിക്കും. ഇതാണ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനെ എനിക്കറിയാവുന്ന രീതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മാനർ ഓഫ് പ്രസിഡന്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. മാനർ ഓഫ് പ്രസിഡന്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത നോക്കിക്കഴിഞ്ഞാൽ പ്രസിഡന്റിൻ്റെ ടേം, ഓഫീസ് ടേം. ഓക്കെ, ഇതാണ് അടുത്തതായിട്ട് വരുന്നത്. ഓക്കെ, പ്രസിഡന്റ് പൊതുവേ തന്നെ 5 വർഷമാണ് അപ്പോയിന്റ് ചെയ്ത ഡേറ്റിൽ നിന്ന്, ഓഫീസിൽ എൻ്റർ ചെയ്ത ഡേറ്റിൽ നിന്ന് 5 വർഷത്തെ കണക്കനുസരിച്ചാണ് അദ്ദേഹം കയറുന്നത്. സപ്പോസ് അതിനു മുമ്പ് റിസൈൻ ചെയ്യുവാണെങ്കിൽ ആർക്കാണ് റെസിഗ്നേഷൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റിനാണ്. ഓക്കെ, സപ്പോസ് ഇദ്ദേഹം വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റും ആർട്ടിക്കിൾ 61 അനുസരിച്ച്. സോ ആ 5 വർഷത്തിന് മുമ്പ് വേണമെങ്കിൽ ഇംപീച്ച് ചെയ്ത് എടുത്ത് കളയാം. ഓക്കെ, ഇംപീച്ച് ചെയ്ത് എടുത്ത് കളയാം. ഓക്കെ, ദെൻ ദ പ്രസിഡന്റ് ഷാൽ നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എക്സ്പയറേഷൻ ഇൻ ഹിസ് ടൈം കണ്ടിന്യൂ ടു ഹോൾഡ് ദ ഓഫീസ് അണ്ടിൽ ഹിസ് സക്സസ് എൻഡേഴ്സ് ദ ഓഫീസ്. അതാണ് 3ാമത്തെ ക്ലോസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിൻ്റെ എലിജിബിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, എലിജിബിലിറ്റി എത്ര പ്രാവശ്യം വേണമെങ്കിലും റീ ഇലക്ഷന് പങ്കെടുക്കാം പ്രസിഡന്റിന്. എത്ര പ്രാവശ്യം വേണമെങ്കിലും. US ഇതിനകത്ത് കൃത്യമായിട്ട് നമ്പറുണ്ട്, US പ്രസിഡന്റ് കേസിൽ. അതാണ് ഇവിടെ എത്ര വേണമെങ്കിലും പങ്കെടുക്കാം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് എലിജിബിലിറ്റി ഫോർ റീ ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇനി പ്രസിഡന്റിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഓക്കെ, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 1ാമത്തെ കണ്ടീഷൻ. 2ാമത്തെ കണ്ടീഷൻ 35 വയസ്സ് തികഞ്ഞിരിക്കണം. 2ാമത്തെ കണ്ടീഷൻ എന്താണ്? 35 വയസ്സ് തികഞ്ഞിരിക്കണം. 3ാമത്തെ കണ്ടീഷൻ ക്വാളിഫൈഡ് ഫോർ, അതായത് ലോകസഭാ മെമ്പറാകാനുള്ള, ഇദ്ദേഹം ലോകസഭയോ രാജ്യസഭാ മെമ്പറോ ഒന്നും ആകാൻ പാടില്ല, പക്ഷേ ലോകസഭാ മെമ്പറാകാനുള്ള, ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ലോകസഭാ മെമ്പറാകാനുള്ള ക്വാളിഫിക്കേഷൻ ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതാണ് 3ാമത്തത്. 4ാമത്തത് ഈ പറയുന്ന, അതിനകത്ത് പറയുന്നുണ്ട് ഈ ലോകസഭാ മെമ്പറാകുന്നതിനകത്തും കുറച്ച് ഇത്ര വയസ്സ് വേണം ഇതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രസിഡന്റിന് ഇപ്പോൾ മെൻ്റലി ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, കടം ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അതാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും പ്രോഫിറ്റുകൾ ഇദ്ദേഹം കൈപ്പറ്റാൻ പാടില്ല. ഓക്കെ, അങ്ങനെ കൈപ്പറ്റുന്ന ഓഫീസിൽ ഇങ്ങനെ ഇദ്ദേഹം വർക്ക് ചെയ്യാൻ പാടില്ല. ഇതും ഒരു ക്രൈറ്റീരിയ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതും ഒരു ക്രൈറ്റീരിയ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ എന്തിനെപ്പറ്റി നമുക്ക് പറയാനുള്ള, ക്വാളിഫിക്കേഷനെ പറ്റി പറയാനുള്ള. ഇനി കണ്ടീഷൻ ഓഫ് പ്രസിഡന്റ് ഓഫീസ്, അതാണ് ആർട്ടിക്കിൾ 59 പറയുന്നത്. ഓക്കെ, പ്രസിഡന്റ് ഈ പറയുന്ന പാർലമെൻറ്റിൻ്റെയോ ലെജിസ്ലേറ്റീവോ സ്റ്റേറ്റിൻ്റെയോ മെമ്പർ ആകാൻ പാടില്ല. സപ്പോസ് മെമ്പർ ആയിരുന്നുവെങ്കിൽ ഇദ്ദേഹം ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്, പ്രസിഡന്റിൻ്റെ ഓഫീസിൽ കയറുന്നതിന് മുമ്പ് ആ ഒരു പോസ്റ്റ് വെക്കേറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു പ്രോഫിറ്റും കൈപ്പറ്റാൻ പാടില്ല. അങ്ങനെയുള്ള പ്രോഫിറ്റ് കൈപ്പറ്റുന്ന ഒരു വ്യക്തി പ്രസിഡന്റ് ആകാൻ പാടില്ല. ഓക്കെ, ദെൻ എന്തെങ്കിലും തരത്തിലുള്ള എമോളുമെൻറ്റ്, അലൗവൻസ്, അതിനെപ്പറ്റിയാണ് അടുത്ത പറയുന്നത്. പ്രസിഡന്റ് ഷാൽ ബി എൻറ്റൈറ്റിൽഡ് വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ് ടു ദ യൂസ് ഓഫ് ഹിസ് ഒഫീഷ്യൽ റെസിഡൻസ് ആൻഡ് ഷാൽ ബി ഓൾസോ എൻറ്റൈറ്റിൽഡ് ടു സച്ച് എമോളുമെൻറ്റ് ആൻഡ് അലവൻസ് പ്രിവിലേജ് as may be determined by Parliament law until provision in the behalf of is so made. Such emolument, allowance and privilege are specified to second schedule. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനത്തെ എമോളുമെൻറ്റ് ഇദ്ദേഹം ഓഫീസിൽ കയറുന്ന ടൈം തന്നെ ഷാൽ നോട്ട് ബി ഡിമിനിഷ്ഡ് എന്നാണ് പറയുന്നത്. അത്രയും മാത്രം ഓർത്തേക്കുക. ഇനി 60ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രസിഡന്റിൻ്റെ എന്താണ്, അഫിർമേഷനാണ്, ഓത്താണ്. ഓക്കെ, ഇദ്ദേഹം ആരുടെ മുൻപിലാണ് ഓത്ത് എന്ന് പറയുമ്പോൾ പ്രതിജ്ഞ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോർട്ടിൻ്റെ
ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഓത്ത് ചെയ്യുന്നത്. ഓക്കെ. റിസൈൻ ചെയ്യുന്ന അറിയായിരിക്കും, വൈസ് പ്രസിഡന്റിന്റെ മുമ്പിൽ. ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങൾ മിക്ക വലിയ പോസ്റ്റുകളും എടുത്തു കഴിഞ്ഞാൽ, അതായത് വൈസ് പ്രസിഡന്റ്, ദെൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ, ഇവർക്കെല്ലാം ഓത്ത് പറഞ്ഞു കൊടുക്കുന്ന പ്രസിഡന്റാണ്. ഇതിലൊരു എക്സെപ്ഷൻ ഉള്ളത് ഗവർണർമാർക്ക് ഓത്ത് പറയുന്നത് ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആണ്. അതായത് നമ്മുടെ സെൻട്രലിൽ പ്രസിഡന്റിന്റെ എന്ത് പവറാണോ ഉള്ളത് അതേ പവറാണ് ആർക്കും ഉള്ളത്, സ്റ്റേറ്റിൽ ഗവർണർമാർക്കും ഉള്ളത്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അതാണ് ഏറ്റവും ബെറ്റർ. ഇനി ഇംപീച്ച്മെന്റ് 61 ഇദ്ദേഹത്തിന്റെ ഇംപീച്ച്മെന്റിനെ പറ്റിയാണ് പറയുന്നത്. പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്യുമ്പോൾ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാം. പക്ഷേ എന്തൊക്കെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. പ്രസിഡന്റിനെ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇംപീച്ച് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇനി ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഇംപീച്ച്മെന്റിന് വിധേയമാക്കുന്നതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ഓക്കെ, ഇതിനുള്ള ഒരു റെസല്യൂഷൻ പാസ്സാക്കണം ആദ്യമേ. ഈ റെസല്യൂഷൻ നമ്മുടെ ഏത് സഭ, അതായത് ലോകസഭ, രാജ്യസഭ, ഇതിൽ ഏത് സഭയിലാണോ അവതരിപ്പിക്കുന്നത് ആ അവതരിപ്പിക്കുന്നത് 14 ദിവസം, അറ്റ്ലീസ്റ്റ് 14 ദിവസം മുമ്പായിട്ട് പ്രയറായിട്ട് നോട്ടീസ് കൊടുത്തിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, നമ്മളിതിപ്പോൾ സപ്പോസ് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ ലോകസഭയിൽ അവതരിപ്പിക്കുന്നു, അവിടെ ഈ റെസല്യൂഷൻ കൊടുക്കുമല്ലോ, ഈ റെസല്യൂഷനിൽ ആ കൊടുക്കുന്ന സ്ഥലത്ത് 1/4 ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് ഹൗസ് സൈൻ ചെയ്യണം. അങ്ങനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ റെസല്യൂഷൻ പാസ്സാവുകയുള്ളൂ. ഓക്കെ, അതായത് ഒരു നോട്ടീസ് കൊടുക്കുവാണ് 14 ദിവസം മുമ്പ്. ഏത് സഭയിലാണോ പ്രമേയം അവതരിപ്പിക്കുന്നത്, റെസല്യൂഷൻ എന്ന് പറയുമ്പോൾ പ്രമേയം, അതിനു മുമ്പ് നോട്ടീസ് കൊടുക്കണം. ഈ നോട്ടീസ് 1/4 മെമ്പേഴ്സ് സൈൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് പാസ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് പാസ്സായി, ഈ പറയുന്ന റെസല്യൂഷൻ എന്ത് ചെയ്യുന്നു? അവതരിപ്പിക്കുമ്പോൾ അത് അവതരിപ്പിച്ച സഭയിലെ 2/3 ടോട്ടൽ മെമ്പേഴ്സ് ഇത് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ, ഈ റെസല്യൂഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ തൊട്ടടുത്ത സഭയിലോട്ട് ഇത് പോവുകയുള്ളൂ. ഓക്കെ, അതാണ് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിന്റെ കേസിന് നമുക്ക് ആദ്യം പറയാനുള്ളത്. ഓക്കെ, ഇനി ഈ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ പ്രൊസീജിയർ പോലെയാണെന്ന് പറയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതി നടപടികൾ പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ സംഭവങ്ങൾ നടക്കുന്ന കാലയളവിൽ പ്രസിഡന്റിന് 2 സഭയിലോട്ടും വരികയും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാം. അതാണ് ഈ ഒരു നമ്മുടെ എന്താ പറയുന്ന ഈ ഒരു സ്ലൈഡിൽ കിടക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ ഇത് ഡീപ്പായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് പ്രസിഡന്റ് വെക്കേറ്റ് ആയി അപ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 62 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ടൈം ഓഫ് ഹോൾഡിംഗ് ഇലക്ഷൻ ടു ഫിൽ ദ വേക്കൻസി ഓഫ് ഓഫീസ് ഓഫ് പ്രസിഡന്റ് ഇൻ ടൈം ഓഫ് പ്രസിഡന്റ് ദ പേഴ്സൺ ഇലക്റ്റഡ് ടു ഫിൽ കാഷ്വൽ വേക്കൻസി. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ കാലയളവ് തീരാറായി. അപ്പോൾ അത് തീരുന്നതിന് മുമ്പ് അടുത്ത ആളുടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തിട്ട് ഈ വേക്കൻസി ഫില്ല് ചെയ്യണം. ഇനി പെട്ടെന്ന് സപ്പോസ് സഡൻ ആയിട്ടൊരു ഡെത്ത് അല്ലെങ്കിൽ റെസിഗ്നേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇംപീച്ച്മെൻറ്റോ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇദ്ദേഹം വെക്കേറ്റ് ചെയ്യുവാണെങ്കിൽ മിനിമം ഒരു 6 മന്തിനുള്ളിൽ ഈ ഒരു പോസ്റ്റ് ഫില്ല് ചെയ്തിരിക്കണം. അതാണ് അടുത്ത പ്രസിഡന്റ് കേസിൽ നമുക്ക് പറയാനുള്ളത്. അതാണ് ആർട്ടിക്കിൾ 62 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ കുറച്ച് പവറുകളുടെ കേസിൽ ഇങ്ങനെ ആദ്യമേ പറഞ്ഞു വരാം. അതിൽ ആദ്യം വരുന്ന പവറാണ് പാർഡനിങ് പവർ.
ഓക്കെ, നമ്മൾ മലയാള സിനിമയിലും മിക്ക സിനിമയിലും ഇപ്പോൾ തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരാൾക്ക് പ്രസിഡന്റിന്റെ ദയാഹർജിക്ക് വിധിക്കുന്ന മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ മിക്ക സിനിമയിലും, പഴയ സിനിമയിൽ, ഇപ്പോഴത്തെ അല്ല, പഴയ സിനിമയിലും ഉണ്ടാവും ദയാഹർജി കാത്തു നിൽക്കുക എന്ന് പറഞ്ഞു കാണും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഡെത്ത് സെൻറ്റൻസ് എന്ന് പറഞ്ഞ ഇതിനകത്തും ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, ഇതേ ദയാഹർജി കൊടുക്കാനുള്ള അല്ലെങ്കിൽ പാർഡനിങ് പവർ കൊടുക്കാനുള്ള കഴിവ് ഗവർണർക്കുണ്ട്. പക്ഷേ സെൻറ്റൻസ് ടു ഡെത്ത് അതിന് ഈ പറയുന്ന പാർഡനിങ് പവർ കൊടുക്കാനുള്ള പവർ ഗവർണർക്കില്ല. അതുപോലെ തന്നെ കോർട്ട് മാർഷൽ ആ ഒരു കാര്യത്തിലും ഈ പറയുന്ന പാർഡനിങ് പവർ കൊടുക്കാനുള്ള ആർക്കില്ല, നമ്മുടെ ഈ പറയുന്ന ഗവർണർക്കില്ല. ഇനി എന്തൊക്കെയാണ് ഈ പാർഡനിങ് പവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 72 അനുസരിച്ചിട്ടാണ് ഈ പറയുന്ന പാർഡനിങ് പവർ വരുന്നത്. ആർക്ക്? നമ്മുടെ പ്രസിഡന്റിന് വരുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം 5 ഐറ്റംസ് ആണുള്ളത്. ഒന്ന്, പാർഡനിറ്റ് കംപ്ലീറ്റ് ആയിട്ട് കുറ്റവിമുക്തനാക്കുക. കംപ്ലീറ്റ് ആയിട്ട് കുറ്റവിമുക്തനാക്കുക, അതാണ് പാർഡൻ ഇറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയും. കമ്മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ ഒരാൾക്ക് കഠിന തടവായിരിക്കും, അത് സാധാ തടവായിട്ട് മാറ്റി, അങ്ങനെ വിചാരിക്കുക. അതായത് ക്യാരക്ടർ ചേഞ്ച് ചെയ്തു, ക്യാരക്ടർ ചേഞ്ച് ചെയ്തു. അടുത്തത് റെമിഷനാണ്. റെമിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ ഒന്നും ചേഞ്ച് ചെയ്യത്തില്ല, കാലാവധി കുറക്കുക എന്ന് വിചാരിക്കുക. ശിക്ഷയുടെ കാലാവധി കുറയ്ക്കുന്നു. ഒരു 10 വർഷം കൊടുത്തു, 8 വർഷമാക്കി കൊടുത്തു, 5 വർഷമാക്കി കൊടുത്തു, കുറച്ചു. ഇത് റെസ്പെക്റ്റ് ആണ്. റെസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രത്യേക വിഭാഗക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, മാരകമായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ച ആൾക്കാർക്കുണ്ടാവും. ഇവർക്ക് ഇവരുടെ ശിക്ഷയിലുള്ള ഇളവ്, അതിനെയാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇതിനാണ് നിന്ന് പറയുന്ന റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏറ്റവും അവസാനമാണ് റിപ്രൈവ് എന്ന് പറയും. അതെന്ന് പറയുക റിപ്രൈവ്. റിപ്രൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, സ്റ്റേ ചെയ്യുക. സ്റ്റേ, പച്ച മലയാളത്തിൽ പറഞ്ഞ സ്റ്റേ, മോഹൻലാലിൻ്റെ ഡയലോഗ്, പച്ച മലയാളത്തിൽ സ്റ്റേ. എവിടെ പച്ച മലയാളത്തിൽ സ്റ്റേ അല്ലേ? ഓക്കെ, റിപ്രൈവ്, സോറി സ്പെല്ലിങ് തെറ്റിപ്പോയി. സ്റ്റേ കാരണം സ്പെല്ലിങ്ങും തെറ്റിപ്പോയി. റിപ്രൈവ്. ഓക്കെ, സ്റ്റേ. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ പാർഡനിങ് പവർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പാർഡനിങ് പവർ. അപ്പോൾ നമ്മൾ ആദ്യമേ പ്രസിഡന്റ് പവർ പറഞ്ഞപ്പോൾ പാർഡനിങ് പവർ പറഞ്ഞായിരുന്നു കേട്ടോ, ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഇനിയിപ്പോൾ ലെജിസ്ലേറ്റീവ് പവറുകളുണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, കുറച്ച് അധികം ഉണ്ട്, അതാണ് കാര്യം. ഓക്കെ, ലെജിസ്ലേറ്റീവ് പവർ എന്ന് വയ്ക്കുമ്പോൾ ആദ്യമേ നമുക്ക് പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, പ്രസിഡന്റ് ഇലക്ഷൻ പറഞ്ഞ നേരത്തെ നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു, ഇദ്ദേഹത്തിന് നമ്മുടെ എന്താ പറയുക, രാജ്യസഭയിൽ ഒരു 12 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാൻ കഴിവുണ്ടായിരുന്നെന്ന് പറയും അല്ലേ? ആ വരുന്നത് ആർട്ടിക്കിൾ 80-നകത്ത് വരുന്ന ഒരു സബ് ക്ലോസ് ആണ്. ആർട്ടിക്കിൾ 80(1) അല്ലെങ്കിൽ ആർട്ടിക്കിൾ 80(a) വരുന്ന ഒരു സബ് ക്ലോസ് ആണ് ഈ 12 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാൻ. നേരത്തെ, ഇപ്പോഴല്ല, നേരത്തെ ആർട്ടിക്കിൾ 331 അനുസരിച്ചിട്ട് 2 ആംഗ്ലോ ഇന്ത്യൻസിനെ ലോകസഭയിലോട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ 104-ാമത്തെ അമെൻമെൻറ്റ് വഴി അതെടുത്ത് കളഞ്ഞു. ഓക്കെ, 104-ാമത്തെ അമെൻമെൻറ്റ് വഴി എന്ത് ചെയ്തു? അതെടുത്ത് കളഞ്ഞു. ഇത് അവിടെ ഇരിക്കട്ടെ. അടുത്ത് ഇനി ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയുമ്പോഴത്തേക്കും ആർട്ടിക്കിൾ 85 അനുസരിച്ചിട്ട്, ആർട്ടിക്കിൾ 85 അനുസരിച്ച് ഇദ്ദേഹത്തിന് പാർലമെൻറ്റിൻ്റെ സെഷൻ പ്രോറോഗ് ചെയ്യാനും ഡിസോൾവ് ചെയ്യാനും പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ സെഷൻ വിളിക്കാനും അതുപോലെ തന്നെ പിരിച്ചുവിടാനും ഇദ്ദേഹത്തിന് കഴിവുണ്ട്. ഓക്കെ, പിരിച്ചുവിടുന്ന കേസ് ആലോചിക്കണം, ലോകസഭ മാത്രം. കാരണം എന്താ? മറ്റേത് സ്ഥിരം സഭയാണ്. ഏത്? രാജ്യസഭ. ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ലോകസഭയാണ് കേട്ടോ, മറ്റേ സ്ഥിരം സഭയാണ്. ഓക്കെ, അതും ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി സപ്പോസ് 2 സഭയിലുള്ളവർ തമ്മിൽ അടിയാണ്. അപ്പോൾ പ്രസിഡന്റിന് ഒരു അർജൻറ്റായിട്ടുള്ള കാര്യം തീരുമാനിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഇവരുടെ യോഗം വിളിച്ചു കൂട്ടിയാലേ പറ്റുള്ളൂ. ഇങ്ങനെ വിളിച്ചു കൂട്ടുന്നതിന് നമ്മൾ ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയും. എന്തെന്ന് പറയും? ജോയിന്റ് സിറ്റിംഗ്. അപ്പോൾ ഈ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടാൻ പ്രസിഡന്റിന് പവറുണ്ട്. അതേതാണ്? 108, ആർട്ടിക്കിൾ 108, ആർട്ടിക്കിൾ 108. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ലെജിസ്ലേറ്റീവ് പവറായിട്ട് നമുക്ക് കണക്കാക്കാം. ഇത് ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ എന്ത് ലെജിസ്ലേറ്റീവ് പവറായിട്ട് കണക്കാക്കാം. ഓക്കെ, ഇനി അടുത്തത്, ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് കുറച്ച് സാധനം കൂടി ഉണ്ട്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബില്ല് സാധാരണ ഒരു സഭയിൽ അവതരിപ്പിക്കും, അടുത്ത സഭയിലോട്ട് ഇത് പോകും, ദെൻ പ്രസിഡന്റിന്റെ ഒപ്പ് വെക്കുമ്പോഴാണ് അത് നിയമമായിട്ട് പാസ്സാക്കുന്നത്. ഓക്കെ. ഇദ്ദേഹം ഈ പ്രസിഡന്റിന്റെ കയ്യിൽ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ. ഒന്ന്, എന്ത് ചെയ്യാം? ഒപ്പിട്ട് വെക്കാം. രണ്ടാമത്തത്, ബില്ല് സഭയിലോട്ട് തിരിച്ചുവിടാം, എവിടെ നിന്നാണോ അങ്ങോട്ടേക്ക് തിരിച്ചുവിടാം. മൂന്നാമത്തെ, ഇത് വിത്ത് ചെയ്ത് വെക്കാം. ഈ വിത്ത് ഹോൾഡ് ചെയ്യുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് നമ്മൾ വീറ്റോ പവർ എന്ന് പറയും. എന്ത് പറയും? വീറ്റോ പവർ. അത് 3 ടൈപ്പാണുള്ളത്. അബ്സല്യൂട്ട് വീറ്റോ. ഒന്നാമത്തെ അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുമ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നില്ല? സാങ്ഷൻ ചെയ്യുന്നില്ല. ഓക്കെ. രണ്ടാമത്തെ കേസ് സസ്പെൻസീവ് വീറ്റോ. ഓക്കെ. മൂന്നാമത്തെ കേസ് പോക്കറ്റിൽ ഇട്ടുകൊണ്ടിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക, പോക്കറ്റ് വീറ്റോ. ഓക്കെ. ഇങ്ങനെ 3 വീറ്റോ പവറുകൾ ഇദ്ദേഹത്തിനുണ്ട്. ഇത് ആർട്ടിക്കിൾ 111 വരുന്നത്. ആർട്ടിക്കിൾ 111 അനുസരിച്ചിട്ടാണ് വരുന്നത്. ഓക്കെ. ഇത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ മണി ബില്ലുണ്ടല്ലോ, ഈ മണി ബില്ല് ആദ്യമേ തന്നെ ഓർക്കണം, പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രയർ റെക്കമെൻഡേഷനോട് വഴിയായിരിക്കും. പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷനോട് കൂടി മാത്രമേ മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു പവറാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതാണ് അടുത്ത കേസ് നിങ്ങൾക്ക് വരാനുള്ള, പ്രസിഡന്റിന്റെ കേസിൽ അടുത്ത കേസ് നിങ്ങൾക്ക് വരാനുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ ലെജിസ്ലേറ്റീവ് പവർ ഏകദേശം പറഞ്ഞു, പാർഡനിങ് പവർ പറഞ്ഞു. ഇനി എമർജൻസി പവർ അറിയായിരിക്കും. നമ്മുടെ എമർജൻസി പ്രൊക്ലെയിം ചെയ്യുന്ന ഇദ്ദേഹമാണെന്നറിയാം. 352, 356, 360, 4 വെച്ച് കൂടി പോകുന്നു. ആ ആർട്ടിക്കിൾ വെച്ചിട്ടായിരിക്കും ഇത് എമർജൻസി പുറപ്പെടുവിക്കുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഇനി ഞാൻ അല്ലാത്ത കുറച്ച് സാധനങ്ങൾ പറഞ്ഞുതരാം. കുറച്ച് സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. ആർട്ടിക്കിൾ 123 അനുസരിച്ചിട്ടാണ്. ഓർഡിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി ലോ എന്ന് ഓർത്താൽ മതി. പെട്ടെന്ന് അർജൻറ്റായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നിട്ട് ലോ പ്രഖ്യാപിക്കണം വേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടെമ്പററി ലോ എന്ന് നമുക്ക് പറയാം. ഓക്കെ. ഇത് പ്രോമിൽഗേറ്റ് ചെയ്യാനുള്ള കഴിവ് പ്രസിഡന്റിനാണ്. അത് ഏതാണ്? ആർട്ടിക്കിൾ 123 അനുസരിച്ചിട്ടാണ്. ഓക്കെ. അടുത്തതാണ് ആർട്ടിക്കിൾ 143. ഓക്കെ. 143, ബാലാമണി 143. ഓക്കെ. ഇവിടെ ഇപ്പോൾ പ്രസിഡന്റ് സുപ്രീം കോടതിയോട് 143 പറയാമെന്ന് വിചാരിക്കുക. അപ്പം എന്താണ്? പ്രസിഡന്റിന് കോടതിയോടുള്ള ഇഷ്ടമല്ല ഇവിടെ പകരം, പവർ ഓഫ് പ്രസിഡന്റ് ടു കൺസൾട്ട് സുപ്രീം കോർട്ട്. ഓക്കെ. പ്രസിഡന്റിന് നിയമപരമായിട്ട് എന്തെങ്കിലും അഡ്വൈസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ കോടതിയെ സമീപിക്കുന്നു. ഓക്കെ. കൺസൾട്ട് ചെയ്യുന്നു. ഇതാണ് ആർട്ടിക്കിൾ 143 വരുന്നത്. ഇതും പ്രസിഡന്റിന്റെ ഒരു കഴിവാണ്. ഭയങ്കര കഴിവുള്ള വ്യക്തിയാണ് അല്ലേ? അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഒരു പവറാണ്. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പ്രസിഡന്റിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ. എമർജൻസി പവർ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ പാർഡനിങ് പവർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ദെൻ ലെജിസ്ലേറ്റീവ് പവർ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് കുറച്ച് പറഞ്ഞു. മിലിറ്ററി പവർ ഉണ്ട്. പിന്നെ ജുഡീഷ്യൽ പവർ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ജുഡീഷ്യൽ പവർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചീഫ് ജസ്റ്റിസിനെയൊക്കെ നിയമിക്കുന്ന ഇദ്ദേഹമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഇദ്ദേഹത്തിൻ്റെ ജുഡീഷ്യൽ പവറാണെന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിപ്പോൾ തൽക്കാലം പറയാനുള്ളത്. ഓക്കെ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇതെത്തിക്കാൻ മാക്സിമം ഒന്ന് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.